നമുക്കിവിടെ ഒടുവിൽ പെറ്റി ക്യാഷിലേക്ക് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എങ്ങനെ എൻട്രി ഇടാൻ നോക്കാം. ഇവിടെ ഉദാഹരണത്തിന് ഞാൻ അക്കൗണ്ടിങ്ങിലെ മെനു ക്ലിക്ക് ചെയ്യുന്നത്, അക്കൗണ്ടിങ് ആപ്പ് ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ പെറ്റി ക്യാഷ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്, ബ്ലാങ്ക് ആണ് കാണിക്കുന്നത്. ഓക്കെ, പെറ്റി ക്യാഷ് ചാർട്ട് ഓഫ് അക്കൗണ്ടിലേക്ക് പോയാൽ ചാർട്ട് ഓഫ് അക്കൗണ്ടിൽ പെറ്റി ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ലെഡ്ജർ ഉണ്ട്. ഓക്കെ, ട്രയൽ ബാലൻസ് നമ്മളിപ്പോൾ ട്രയൽ ബാലൻസ് എടുത്ത് നോക്കുമ്പോൾ നവംബറിൽ ഡേറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ഇവിടെ വരുന്ന ട്രാൻസാക്ഷൻ മനസ്സിലാകാൻ വേണ്ടിയിട്ട് നവംബറിൽ ഇത് ഡെമോ ഡാറ്റയാണ്. അപ്പോൾ ഡെമോ ഡാറ്റയിൽ മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ല, ബ്ലാങ്ക് ഉള്ള ഒരു മാസം നവംബറാണ്. നമ്മൾ എന്തെങ്കിലും ആ ദിവസം കൊണ്ടിട്ടാൽ റിഫ്ലക്ഷൻ എങ്ങനെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത് മനസ്സിലാകാൻ വേണ്ടി. ഓക്കെ, നമുക്കിപ്പം പെറ്റി ക്യാഷിലേക്ക് ആഡ് ചെയ്യണം. ബാങ്കിൽ നിന്ന് ഒരു 5000 രൂപ അല്ലെങ്കിൽ നമ്മൾക്ക് റൗണ്ട് ഫിഗർ വേണ്ട, പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി വേറൊരു ഫിഗർ എടുക്കാം. കസ്റ്റമർ എടുക്കുക, അതായത് അക്കൗണ്ടിൽ കസ്റ്റമർ എന്നുള്ള വിൻഡോ വെൻഡറിലോ ഉണ്ട്. കസ്റ്റമർ എടുക്കുന്നു, നമ്മൾ പേയ്മെൻറ്റ്സ് സെലക്ട് ചെയ്യുന്നു, പേയ്മെൻറ്റ്സ് ക്ലിക്ക് ചെയ്യുന്നു. ഇനി ന്യൂ പേയ്മെൻറ്റ്സിൻ്റെ വിൻഡോ ന്യൂ എടുത്തു. ഇവിടെ ഇന്റേണൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടൊരു വിൻഡോ ഉണ്ട്, ഒരു ചെക്ക് ബോക്സ് ഉണ്ട്, അത് ചെക്ക് ചെയ്യുക. പിന്നെ സെൻഡ് ആണ്, ഞാനിവിടെ സെൻഡ് എന്നിട്ട് സെലക്ട് ചെയ്യുന്നു. എത്രയാണെന്നുള്ളതിന് നമുക്കിപ്പം നമുക്ക് മനസ്സിലാവേണ്ട 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഡേറ്റിൻ്റെ ആ ഒരു ഡേറ്റ് എമൗണ്ടിൽ കൊടുക്കുക. ഇവിടെ ഡേറ്റ് ഞാൻ നവംബറാണ് സെലക്ട് ചെയ്തത്, നവംബർ 1 ഞാൻ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ക്യാഷ് ഓഫ് പെറ്റി ക്യാഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അത് ബാങ്ക് ജേണലിൽ നിന്നാണ്, ബാങ്കിൽ നിന്നാണ് എടുക്കുന്നത് മാനുവലി ആയിട്ട്. ഇത് ഏത് പെറ്റി ക്യാഷിലേക്കാണ് എടുക്കുന്നത്. ഓക്കെ, പെറ്റി ക്യാഷ് ജേണലിലേക്കാണ് പോകുന്നത് ട്രാൻസാക്ഷനിൽ. ഞാൻ കൺഫേം അടിക്കുന്നു. നോക്കുക, സെൻഡ് ആണുള്ളത്. സെൻഡ് എന്ന് പറയുമ്പോൾ ബാങ്കിൽ നിന്ന് സെൻഡ് ചെയ്ത്, സെൻഡ് ഫ്രം ബാങ്ക് ടു പെറ്റി ക്യാഷ് എന്നുള്ളത് അർത്ഥത്തിൽ കൺഫേം അടിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു പെറ്റി ക്യാഷ് വൗച്ചർ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് നവംബറിന്. ഓക്കെ, ഈ തീയതിയിൽ ഇനി ഒന്ന് ട്രയൽ ബാലൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും പെറ്റി ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റിൽ പെറ്റി ക്യാഷിൽ ഒരു എമൗണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, പെറ്റി ക്യാഷിലേക്ക് എമൗണ്ട് എത്തിയിട്ടുണ്ട്. ലിക്വിഡിറ്റി ട്രാൻസ്ഫറും ഡെബിറ്റും ക്രെഡിറ്റും കട്ടായി പോയിട്ടുണ്ട്. ഇനി ഔട്ട്സ്റ്റാൻഡിങ് പേയ്മെൻറ്റ്സിൽ 1947. നമുക്കറിയാം 1947 ഔട്ട്സ്റ്റാൻഡിങ് പേയ്മെൻറ്റ്സ് ബാങ്കിൽ നിന്നല്ല പോയിട്ട് കാണിക്കുന്നത്. അത് കാരണം നമ്മൾ റിക്കൺസിൽ ചെയ്തിട്ടില്ല. ഇനി അക്കൗണ്ടിൽ പോയി റിക്കൺസിൽ അടിച്ചു കഴിഞ്ഞാൽ 1947 പാർട്ട് വൈബൊക്കെ 1947 PBK ബാങ്ക് ട്രാൻസ്ഫർ ഉണ്ട്. പിന്നെ റിക്കൺസിൽ ചെയ്യുന്നു. റിക്കൺസിൽ ചെയ്യുമ്പോൾ എവിടെ നിന്നാണ് പോയത്, ബാങ്ക് അക്കൗണ്ട് ഏത് ബാങ്കിൽ നിന്നാണ് പോയെന്നുള്ളത് നമുക്ക് ബാങ്ക് ആവശ്യം. ബാങ്കിൽ നിന്നല്ല ഈ ലെഡ്ജറിൽ നിന്നാണ് പോയിട്ടുള്ളത്. ഓക്കെ, ടോപ്പ് അപ്പ് ഓഫ് പെറ്റി ക്യാഷ് എന്ന് പറയാം നവംബർ 30 എന്നുള്ളത് നമ്മൾ നവംബർ 1 ആക്കാം. ഓക്കെ, 1947 മൈനസ് അത് പോയി റിക്കൺസിൽ. ഇനി ഒന്ന് ട്രയൽ ബാലൻസ് എടുത്ത് നോക്കാം. ഇപ്പം കൃത്യമായിട്ട് ബാങ്കിൽ നിന്ന് പോയിട്ടുണ്ട്. ബാങ്കിൻ്റെ ക്രെഡിറ്റിലും ഇവിടെ നെറ്റ് ലാസ്റ്റ് എൻഡ് ബാലൻസ് നോക്കിയാൽ ബാങ്കിൻ്റെ ക്രെഡിറ്റിലും പെറ്റി ക്യാഷിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ആപ്പ് ഓണാക്കി നോക്കിക്കഴിഞ്ഞാൽ പെറ്റി ക്യാഷിൽ ഇവിടെ നമുക്കിവിടെ കാണാൻ പറ്റും 1947 ബാലൻസ് കാണിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് പെറ്റി ക്യാഷിലേക്ക് ക്യാഷ് ആഡ് ചെയ്യുന്നത്. ഇനി പെറ്റി ക്യാഷിന് അങ്ങനെ പേയ്മെൻറ്റ് നടത്തുന്നില്ലത് തൊട്ടടുത്ത വീഡിയോയിൽ പറയാം. താങ്ക് യു.